പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലഞ്ഞ രാജ്യത്തെ കയറ്റുമതി മേഖല പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് പച്ചക്കറി ഇറച്ചി മാർക്കറ്റുകളിൽ വിൽപ്പന കുറഞ്ഞത് പ്രതിസന്ധിക്കിടയാക്കി. ഒരാഴ്ചയിലേറെയായി ഗൾഫ് മേഖലയിലേക്കുള്ള ഒരൊറ്റ ചരക്ക് കപ്പലും മുംബൈ തീരത്ത് നിന്ന് പുറപ്പെട്ടിട്ടില്ല. പഴവർഗ്ഗങ്ങളടങ്ങിയ 1000-ലേറെ കണ്ടെയ്നറുകളാണ് മുംബൈ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പ്രാദേശിക വിപണിയിലെ വിലയിടിവും കർഷകരെ വലയ്ക്കുന്നു. കേരളത്തിലെ പച്ചക്കറി ഇറച്ചി മാർക്കറ്റുകളിൽ പ്രതിസന്ധി കാര്യമായി ബാധിച്ചു തുടങ്ങി. കോഴിക്കോട് പാളയം മാർക്കറ്റിലെ മൊത്ത വിപണന കേന്ദ്രത്തിൽ തിരക്ക് കുറഞ്ഞു. ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും നമ്മൾക്ക് ബാധിക്കുന്നുണ്ട്. മുമ്പുള്ളതിനെക്കാട്ടിയും കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇവിടെ കുറച്ച് ജാസ്തി ആൾ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഹോട്ടലിൽ കച്ചവടം കുറവാണ്. പല ഹോട്ടലും പൂട്ടിയിരിക്കുന്നു. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചത് ഇറച്ചി വിൽപ്പനയെയും ബാധിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഒരു 6 ദിവസമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ സിലിണ്ടറുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. പരമാവധി ഗ്യാസ് ഉള്ള സിലിണ്ടർ എങ്ങനെ തീർക്കാതെ പരമാവധി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിമാനയാത്ര തടസ്സപ്പെട്ടത് രാജ്യത്തെ മെഡിക്കൽ ടൂറിസത്തെയും ബാധിച്ചു തുടങ്ങിയെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.